നമ്മുടെ ഭൂമിയുടെ ഉള്ളറേനെ നമ്മൾ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഭൂവൽക്കം, പിന്നെ ഒന്ന് മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂവൽക്കത്തിൻ്റെ മുകളിൽ എന്ത് വരും? സിയാലും വരും, സിമയും വരും. സിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരപ്രദേശമാണ്. സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്ര ഉപരിതലമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിർവരമ്പുകളാണ്. ഈ സെപ്പറേഷന് ഓരോ പേര് പറയുന്നുണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നോക്കുകയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് കോൺട്രാഡാണ് വരുന്നത്. കോൺട്രാഡ് വിച്ഛിന്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സിയാലും സിമയും, അതായത് സിയാലും സിമയും വരുന്ന ജോയിൻറ്റിനെയാണ് നമ്മൾ കോൺട്രാഡ് വിച്ഛിന്നത എന്ന് പറയാം. അതുപോലെ തന്നെ ഭൂവൽക്കവും അപ്പർ മാൻഡിലും ഭൂവൽക്കവും മാൻഡിലും വരുന്ന സെപ്പറേഷൻ നമ്മൾ മൊഹറോവിസിക് എന്ന് പറയും. മൊഹറോവിസിക് വിച്ഛിന്നത എന്ന് പറയും. അതുപോലെ തന്നെ അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും തമ്മിലുള്ള ഈ മാൻഡിലിന് നമ്മൾ എന്താ പറയുക, അപ്പർ പോർഷൻ വരും, മാൻഡിലിന് ലോവർ പോർഷൻ വരും. അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും തമ്മിലുള്ള എന്താണ് സെപ്പറേഷനാണ് റെപ്പറ്റീവ് വിച്ഛിന്നത. അതുപോലെ തന്നെ മാൻഡിലും കാമ്പും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ അല്ല, എന്താ പറയുക, സെപ്പറേഷനാണ് ഗുട്ടൻസ്ബർഗ് വിച്ഛിന്നത. അതുപോലെ തന്നെ പുറക്കാമ്പും അകക്കാമ്പും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ എന്താ പറയും? അതിനെ ലേമാൻ വിച്ഛിന്നത എന്ന് പറയും.